ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പഴയ ഡ്രസ്സാണ് ഇതിൻ്റെ വർക്കൊന്നുമില്ല, റെഡിമെയ്ഡ് ഡ്രസ്സാണ്. അപ്പോൾ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിത് ഇടാൻ കുറച്ച് താല്പര്യക്കുറവായിരുന്നു. ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ കരുതി ഒരു മേക്ക് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതിൽ വൈറ്റ് കളറിലുള്ള എന്തെങ്കിലും വർക്ക് കൊടുക്കാം, എംബ്രോയ്ഡറിയോ ബീഡോ എന്തെങ്കിലും കൊടുത്ത് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വർക്കിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ആൻഗറിൻ്റെ ത്രെഡാണ് കേട്ടോ. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണല്ലോ ഞാൻ ചെയ്യുന്നത്. അത് ചെയിൻ സ്റ്റിച്ചാണ് ഫസ്റ്റിൽ ഞാൻ കൊടുക്കുന്നത്. ഇതുപോലെ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് സൂചി എടുത്തത് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇടുക എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ചെയിൻ സ്റ്റിച്ച് നന്നായി തന്നെ അറിയാമായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലെ അങ്ങനെ കെട്ടിട്ട് പോകുന്നു. അത് തന്നെയാണ്. ഫസ്റ്റിൽ ഞാൻ ഇതിൽ കുറച്ച് സ്റ്റെം ഇങ്ങനെ വരച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തൂടെയാണ് ഇതിങ്ങനെ ഓരോ ചെയിൻ സ്റ്റിച്ചും കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ലേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഓരോന്ന് വീതം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതിൽ ഓരോ ഫ്ലവർ വീതം അവിടെ ആയിട്ട് വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് സ്റ്റിച്ച് ചെയ്തതൊക്കെ അതായത് ക്രിസ്മസിന് മുന്നേ ഞാൻ ചെയ്തതാണ്. ഡിസംബർ ഒരു ഫസ്റ്റ് ആ സമയത്തൊക്കെ ചെയ്തതാണ്. ഡിസംബറിൽ ഈ വീഡിയോ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ കേക്കിൻ്റെയൊക്കെ തിരക്കും പിന്നെ വേറെ സ്റ്റിച്ചിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സമയം എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് പോയി. പിന്നെ ഞാനിപ്പോൾ ഗാലറിയിൽ നോക്കിയപ്പോൾ ഈ വീഡിയോസ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നും എഡിറ്റ് ചെയ്ത് ഇടാം. അങ്ങനെയാണ് ഇപ്പോൾ ഇതെടുത്ത് വെച്ചിട്ടിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ഈ പൂവിൻ്റെ ഓരോ ഇതളുകളിലും ഞാൻ നല്ല രീതിയിൽ തന്നെ തയ്ച്ചവിടെ വെക്കുന്നുണ്ട്. നടുക്ക് മാത്രമല്ല സ്റ്റിച്ച് കൊടുത്തത്, ഫുള്ള് സൈഡിൽ നല്ല രീതിയിൽ തയ്ച്ചു കൊടുത്തു. അങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു, വൈറ്റ് ബീഡ്സിന്. ഇത് ഞാൻ ഈ വൈറ്റും റെഡും ചൂസ് ചെയ്തത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ടാണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് എല്ലാവരും മിക്കവാറും റെഡും വൈറ്റാണല്ലോ എല്ലാവരും ചൂസ് ചെയ്യാറ്. അപ്പോൾ ഞാനും ഇത് ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത സംഗതിയാണല്ലോ. പിന്നെ കയ്യിൽ ഇതുപോലെയാണ്. എനിക്ക് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയോ എൻ്റെ ഇത് ഡിലേറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇതിന് ശേഷം ഇന്ന് ഡ്രസ്സിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ പ്രാവശ്യം വാഷ് ചെയ്തു. അപ്പോൾ വാഷ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ ഒരു ഭംഗി പോയതാണ്. പക്ഷെ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ താഴെ ഭാഗത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ ഓരോ ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ താഴെയും ഇങ്ങനെ ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ ഫാമിലി ഒത്തുകൂടിയായിരുന്നു. അന്ന് ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഫാമിലി ഒത്തുകൂടിയതിൻ്റെ ഫോട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഇതൊക്കെ വെച്ചപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2025 ഡിസംബർ 25 എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ അന്ന് പോകാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. കാരണം അന്നും കേക്കിൻ്റെ ഓർഡേഴ്സ് ഉള്ള ദിവസമായിരുന്നു. കാരണം അറിയാമല്ലോ, ക്രിസ്മസിനാണ് നമുക്ക് കുറച്ച് കേക്കിൻ്റെ ബിസിനസ് നടക്കുന്നത്. അങ്ങനെ പോകാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ സമയമായപ്പോൾ എനിക്ക് അവിടെ പോയി എത്താൻ കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണേ.